നിങ്ങൾ ഫുൾ A+ നേടിയ ആളാണോ എങ്കിൽ ഈ കാര്യം നിങ്ങൾ പേടിക്കണം. കാരണം ഓരോ ആളുകളും വന്നിട്ട് പറയും ഫുൾ A+ അല്ലേ, അല്ലെങ്കിൽ 9 വിഷയത്തിൽ A+ അല്ലേ, 8 വിഷയത്തിൽ A+ അല്ലേ, നീ +2 സയൻസ് എടുത്തോ, എന്നിട്ട് ഡോക്ടറാവാൻ നോക്കിക്കോ തുടങ്ങി പല കമന്റുകളും കുടുംബത്തൊന്നും അല്ലാതെയൊക്കെ വന്നിട്ട് സമ്മർദ്ദത്തിലാകുന്ന ഒരു അവസ്ഥ നമുക്ക് വരാറുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക, ഒരിക്കലും അതിൽ പെട്ടുപോകരുത്. നമ്മൾക്ക് എന്താവണമെന്ന ആഗ്രഹം നമുക്കൊക്കെ ഉണ്ടാവും. ആ ആഗ്രഹത്തെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം തെരഞ്ഞെടുക്കേണ്ട കോഴ്സുകൾ. വാസ്തവത്തിൽ SSLC കഴിഞ്ഞ കുട്ടികൾക്ക് 3 വിഷയത്തിലാണ് +2 എഴുതാൻ കഴിയുന്നത്: സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്. ഇതിൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്ത് ആകണം എന്ന് ആഗ്രഹിക്കുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട്, തെറ്റിദ്ധാരണ കേട്ടിട്ട്, തെറ്റിദ്ധരിപ്പിക്കൽ കേട്ടിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയത്തിന് വേണ്ടി മറ്റു കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മളുടെ ലക്ഷ്യം ആദ്യം മനസ്സിലാക്കിയിട്ട് അതിലേക്കുള്ള വഴികളാണ് നമ്മളൊക്കെ കണ്ടെത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ട വിഷയം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെറിയ രൂപത്തിൽ അവതരിപ്പിക്കാം.